Item number 2, grade 10, A.V. John and Company. Leaf D, item number 3, grade 3, 5,000 boxes. 20, 21, 23. Anyone else? Yes. 23 ones, 23 tries, 23 tries, 23 sold. എന്താ മേനോ സാർ വിളിക്കാഞ്ഞത്? ഇത്ര വലിയ വിലയ്ക്ക് ലേലം ഉറപ്പിച്ചിട്ട് എവിടെ കൊണ്ടുപോയി വിൽക്കാനാ? ഇപ്പൊ പോയാ 11 മണിക്ക് വീട്ടിലെത്താ. Okay, see you. See you. I like your driving. എന്താ സാർ? തന്റെ ഡ്രൈവിംഗ് എനിക്കിഷ്ടമായി. ഇതിലിരിക്കാൻ ഒരു സേഫ്റ്റി ഫീലിംഗ് ഉണ്ട്. താങ്ക് യു സാർ. ആ, എന്താ ബാബുവിന്റെ സ്ഥിരം ജോലി? പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല സാർ, കഴിയുന്നതൊക്കെ. ഓഹോ, എവിടെയാ തന്റെ വീട്? ഫോർട്ട് കൊച്ചിയില. എന്താ? എഞ്ചിൻ വല്ലാതെ ചൂടായിട്ടുണ്ട്, റേഡിയേറ്റർ വെള്ളം ഒഴിക്കണം. രക്ഷയില്ലല്ലേ? അമ്മാവ, എനിക്ക് മിലിറ്ററിയിൽ സെക്കൻഡ് ലെഫ്റ്റനന്റ് ആയിട്ട് സെലക്ഷൻ കിട്ടി. ഇതാ അപ്പോയിന്റ്മെന്റ് ഓർഡർ.
ആരോട് ചോദിച്ചിട്ടാ നീ ആപ്ലിക്കേഷൻ അയച്ചത്? പത്മാവതി പറഞ്ഞിട്ടാണോ? അല്ല, കോളേജിൽ വെച്ച് ഫ്രണ്ട്സ് കൂടി ആപ്ലിക്കേഷൻ അയച്ചപ്പോ നീയും അയച്ചു. ഒരു തമാശക്കല്ലേ? സാരമില്ല, പോണ്ടെന്ന് വെച്ചാ നിർബന്ധിച്ചാരും നിന്നെ കൊണ്ടുപോകില്ലല്ലോ. അമ്മവ, ഒരു പട്ടാളക്കാരനാകുക എന്നുള്ളത് എന്റെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമാണ്. പിന്നെ സെക്കൻഡ് ലെഫ്റ്റനന്റായി ഫസ്റ്റ് ബാച്ചിൽ തന്നെ സെലക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. നിനക്ക് മിലിറ്ററി ലൈഫിനെ കുറിച്ച് അറിഞ്ഞുകൂടായിട്ടാ. പിന്നെ എന്താ ഒരു പട്ടാളക്കാരന് കിട്ടുന്ന സാലറി? അതുകൊണ്ട് നിനക്ക് ജീവിക്കാനാവുമോ? എന്റെ കാലം കഴിഞ്ഞാൽ ഈ ഫാക്ടറിയും എസ്റ്റേറ്റും ഒക്കെ നോക്കി നടത്തേണ്ടത് നീയാണ്. എനിക്കാണെങ്കിൽ ആൺമക്കൾ ആരുമില്ല. എന്റെ മനസ്സിൽ നിന്നെക്കുറിച്ച് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്. അമ്മവ, എനിക്ക് ഈ ഫാക്ടറിയും ബിസിനസ് ഒന്നും അത്ര വശമില്ലാത്ത കാര്യങ്ങളാ. എനിക്കിഷ്ടപ്പെട്ടൊരു ജോലി ഞാൻ തിരഞ്ഞെടുത്തു, അത്രേ ഉള്ളൂ. ശരി, നിന്റെ ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. അതിനുള്ള പ്രായവും ബുദ്ധിയും നിനക്കായിട്ടുമുണ്ട്. ഇനി നിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. നീ ഇനി എന്ത് തീരുമാനിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അമ്മവ, ഞാൻ യെസ് ഓർ നോ, ഏതെങ്കിലും ഒന്ന്. അത് എനിക്ക് ട്രെയിനിങ്ങിന് പോണെന്നാ. നിന്റെ വഴി നിനക്ക് തിരഞ്ഞെടുക്കാം. പക്ഷെ ഇനി ഒന്നിനും എന്റെ തീരുമാനം അറിയാൻ വരരുത്. അച്ഛന്റെ സ്വഭാവം അജിക്ക് അറിഞ്ഞൂടെ? അച്ഛൻ മനസ്സിലൊന്ന് വിചാരിച്ചാൽ. എന്തിനാ അമ്മാവൻ ഇത്ര വാശി? എനിക്കും എന്റേതായ ആംബിഷൻസ് ഇല്ലേ? അജി പറയുന്നതൊക്കെ ശരിയാ. എന്നാലും അച്ഛൻ എനിക്ക് നന്നായിട്ട് അറിയാവുന്നോണ്ടാ ഞാൻ നിർബന്ധിക്കുന്നത്. തന്നെ എനിക്ക് വിവാഹം കഴിച്ചിട്ടില്ലെന്നാ? അങ്ങനെയൊന്നും സംഭവിക്കില്ലടോ. എല്ലാം തന്നെ തോന്നലുകളാ. തോന്നലുകളല്ല മോനെ, ഏട്ടനെ ധിക്കരിച്ചുകൊണ്ട്. അമ്മയും കൂടി ഇങ്ങനെ പറഞ്ഞാലോ? അതിന് ഞാൻ എന്താ വലിയ തെറ്റ് ചെയ്ത്? നിനക്കറിയോ, നിന്നെ യാത്രയാക്കാൻ ഏട്ടനെ ഞാൻ എത്ര വിളിച്ചിട്ടും വന്നില്ല. ഏട്ടനെ നിങ്ങൾ എല്ലാവരെക്കാൾ കൂടുതൽ അറിയാവുന്നോളാ ഞാൻ. ഏതായാലും ഞാൻ പോകാൻ തീരുമാനിച്ചു. ഇനി അതിന് മാറ്റവും ഇല്ല. ആ, നീ മാങ്ങാച്ചാർ എടുത്തു വെച്ചോ? ഇല്ല. ദാ ഇപ്പൊ എടുത്തോണ്ട് വരാം. താൻ വിഷമിക്കാതോ. ഒരു മിലിറ്ററി ഓഫീസറുടെ യൂണിഫോമും ധരിച്ച് ഞാൻ ഈ കൃഷ്ണഗിരി എസ്റ്റേറ്റിൽ വന്നിറങ്ങുമ്പോ മാറാവുന്നതേ ഉള്ളൂ അമ്മാവന്റെ ഈ പിണക്കമൊക്കെ. താൻ പിന്നെ മോൻ വീർപ്പിച്ചിരിക്കുക. ചിരിക്കടോ. മോനെ, ചെന്ന ഉടനെ കത്തയക്കാൻ മറക്കരുത്. പോട്ടെ. പോയിട്ട് വരട്ടെ മോളെ. കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പോയാ പോരാ ആന്റി? പോണം മോളെ. 4-5 ദിവസമായില്ലേ വന്നിട്ട്. ഞാൻ ചെന്നില്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ മുടങ്ങും. പോട്ടെ. ഏട്ടന്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി. രേഖയുടെ സമ്മതം നോക്കാതെയല്ലേ ഏട്ടൻ എല്ലാം ചെയ്തത്. വിവാഹത്തിന് ശേഷമാ ഒക്കെ അറിഞ്ഞത്. കുടിയും ദൂർത്തും എല്ലാം ആ കുട്ടിയുടെ വിധിയെന്നല്ലാതെ എന്താ പറയാ. അമ്മാവൻ എന്നോടുള്ള വാശി തീർത്തതല്ലേ. ഞാൻ പോയി കഴിഞ്ഞാ അമ്മ കുറച്ചു ദിവസം അവിടെ ചെന്ന് നിൽക്കണം. രേഖ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എങ്ങനെയാ എവിടെ നിന്ന് പോകുക? വന്നപ്പോ നീ കണ്ടതല്ലേ 100 കൂട്ടം പ്രശ്നങ്ങൾ. ഏതായാലും നീ നാളെ ടിക്കറ്റിന്റെ കാര്യത്തിനായി ടൗണിൽ പോകുമ്പോ അവിടുന്ന് കയറ്. അവൾക്കതൊരു ആശ്വാസമായിരിക്കും.
പപ്പനോടൊന്ന് വരാൻ പറയൂ. എന്നെ വിളിച്ചോ? പപ്പ, ഈ ചെക്ക് ബുക്കിൽ രേഖയുടെ ഒപ്പ് വാങ്ങിയിട്ട് വാ. മേനോൻ സാർ ഉള്ളപ്പോഴേ എസ്റ്റേറ്റും ഫാക്ടറിയും ഒക്കെ രേഖക്കുഞ്ഞിന്റെ പേരിലായിരുന്നാലും മേനോൻ സാറിന് ചെക്ക് ഒപ്പിടായിരുന്നു. ഇപ്പൊ കാര്യങ്ങൾ നടത്തുന്ന വിനോദ് സാറല്ലേ. സാറിന്റെ പേരിൽ കൂടി ബാങ്ക് അക്കൗണ്ട് ഒന്ന് ട്രാൻസ്ഫോർമർ ചെയ്താലെന്താ? ട്രാൻസ്ഫോമർ അല്ലടോ, ട്രാൻസ്ഫർ. ഏയ്, ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത്? അല്ല അല്ലേ? അല്ല. ഒന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുമോ? താൻ പോടോ. ഞാൻ പോയിക്കൊള്ളാം. സാറിന്റെ ആവശ്യത്തിന് 4 കാശ് ബാങ്കിൽ നിന്ന് എടുക്കണമെങ്കിൽ രേഖക്കുഞ്ഞിന്റെ കുറി ഒപ്പം വേണമെന്ന് വെച്ചാൽ പപ്പന് ഇത്തിരി വിഷമമുണ്ട്. എസ്റ്റേറ്റ് കാര്യങ്ങളിൽ രേഖ കൂടി ശ്രദ്ധിക്കണമെന്ന അമ്മയുടെ അഭിപ്രായം. ആ അഭിപ്രായം തന്നെ എനിക്കും. വയ്യ, എനിക്ക് അതിനൊന്നും വയ്യ. വെറുതെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനേക്കാൾ ഓഫീസിലൊക്കെ ഒന്ന് പോയാൽ രേഖയുടെ ഇവിടുത്തെ ബോർഡെങ്കിലും മാറി കിട്ടില്ലേ? ആ, അല്ല, ഇങ്ങനെ ഒരു പപ്പേട്ടനുണ്ടല്ലോ തെക്കും വടക്കും കിടന്ന് ഓടാൻ. രേഖക്കുഞ്ഞെ, ഇതിലൊന്ന് ഒപ്പിട്ടെ. ദാ. മതി മതി മതി, എല്ലാം കൂടെ അങ്ങ് ഒപ്പിട്ട് കൊടുത്ത വിനോദ് സാർ ഈ പണമൊക്കെ ആർക്കൊക്കെ എന്തിനാ കൊടുക്കുന്നതെന്ന് കുഞ്ഞ് അന്വേഷിച്ചിട്ടുണ്ടോ? മേനോൻ സാർ ഉണ്ടായിരുന്നപ്പോ ചോദിക്കാനും പറയാനും ഒരാളുണ്ടായിരുന്നു. ഇപ്പോഴോ? ദേ, ഞാനൊരു കാര്യം പറയാം. 2 കണ്ണ് വേണമെന്നില്ല, പക്ഷെ കുഞ്ഞിന്റെ ഒരു കണ്ണ് എല്ലാ കാര്യത്തിലും വേണം. പറ്റേ? ആ, ഒരു കാര്യം ഞാൻ മറന്നു. മേനോൻ സാർ മരിച്ചതിന്റെ കുറെ കൺഗ്രാചുലേഷൻസ് ടെലഗ്രാം ഓഫീസിൽ വന്ന് കിടപ്പുണ്ട്. ഉം. എന്തേ? പുറത്താരോടൊന്നും പറയണ്ട. എന്താ? കൺഗ്രാചുലേഷൻസ് അല്ലടോ, കണ്ടോളൻസ്. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? അല്ല. അല്ലേ? ഉം. രേഖക്കുഞ്ഞിന്റെ കല്യാണത്തിന് കുറെ ടെലഗ്രാം വന്നില്ലേ? ഞാൻ ആ ഓർമ്മ വെച്ച് പറഞ്ഞതാ. അയ്യോ, അങ്ങനത്തെ എന്താ പറയാ? അഭിനന്ദനം, ആ, അപ്പൊ ഇങ്ങനത്തതാ. അനുശോചനം. ഛൂ, ഈ സായിപ്പ്മാരുടെ ഓരോ കണ്ടുപിടുത്തങ്ങളെ എന്തുമാത്രം കാര്യങ്ങളാ അവർ കണ്ടുപിടിച്ചിരിക്കണേന്ന് പറയണേ. പപ്പേട്ടൻ പറഞ്ഞത് ശരിയാ. എന്റെ വിവാഹത്തിന് വന്നതെല്ലാം കണ്ടോളൻസ് മെസ്സേജ് തന്നെയായിരുന്നു. എനിക്കുള്ള അനുശോചനങ്ങൾ. സ്വയം പഴി പറഞ്ഞുകൊണ്ട് ആർക്കും ഒന്നും നേടാനില്ല. ഇനിയെങ്കിലും രേഖ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് എനിക്ക് പറയാനുള്ളൂ. നാളെ മുതൽ രേഖ ഓഫീസിൽ പോകണം. ആ, ഇതെന്താ രേഖയൊന്നും കഴിക്കാത്തത്? ഇതൊക്കെ ഒന്ന് എടുത്ത് കഴിക്കടോ. മതി അജി. ഇത്രയും നേരം വിനോദിനെ കാത്തു. കാണാതായപ്പോ ഞങ്ങളങ്ങ് ആരംഭിക്കാന്ന് വെച്ചു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാനൊന്ന് പോർട്ട് വരെ പോയിരുന്നു. ഈ ആഴ്ച സിംഗപ്പൂരിന് ഒരു കൺസൈൻമെന്റ് ഉണ്ടേ. ഷിപ്പ് 2-ാം തീയതി പോർട്ട് വിടും. അജി എപ്പോ എത്തി? ഇന്ന് രാവിലെ. എന്റെ ടിക്കറ്റിന്റെ കാര്യം ഒന്ന് ശരിയാക്കണമായിരുന്നു. വാറന്റിന് വേണ്ടി ക്യാമ്പ് വരെ പോയിട്ട് വരിക. നാളെ ശരിയാവുള്ളൂ. ആ, പിന്നെ വിനോദ്, ഞാൻ രേഖയോട് ഒരു സജഷൻ പറഞ്ഞു. ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നതിനേക്കാ രേഖ കൂടി ഓഫീസിൽ വന്നിരുന്ന വിനോദിന് അതൊരു ഹെൽപ്പായിരിക്കും. രേഖയുടെ ഇവിടുത്തെ ലോൺ ലെസ് മാറി കിട്ടും. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. എന്താ രേഖ? കൊള്ളാം, ഐശ്വര്യായിട്ടുണ്ട്. അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് ആ കസേര ഇരുന്നോളൂ. അല്ല, ഒരു കണക്കിന് കുഞ്ഞിന് ഇങ്ങോട്ട് വരാൻ തോന്നിയത് നന്നായി. മേനോൻ സാറാണേ നല്ല അടുക്കും ചിട്ടയുള്ള ഒരാളായിരുന്നു. വിനോദ് സാർ ഒരു വകയാ. അതുകൊണ്ടാ ഞാൻ പറയണേ, കുഞ്ഞിന്റെ 2 കണ്ണ് വേണമെന്നില്ല, പക്ഷെ ഒരു കണ്ണ് എല്ലായിടത്തും വേണം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. കുഞ്ഞെ, ദിസ് ഈസ് ആലീസ്. കാഴ്ചയിൽ സീനിയറായി തോന്നുമെങ്കിലും ആളൊരു മൈനർ ക്ലർക്കാ. കുഞ്ഞിന് എന്ത് സംശയം ഉണ്ടെങ്കിലും ആലീസിനോട് ചോദിച്ചാൽ മതി. മാത്തമാറ്റിക്സിൽ എന്ത് ഡിഫിക്കൽട്ടിയും ആലീസ് സഫർ ചെയ്യും. ആലിസിനെ കണ്ടിട്ട് സീനിയർ ആണെന്ന് തോന്നുന്നില്ലല്ലോ. പപ്പേട്ടന്റെ ഇംഗ്ലീഷ് മാഡത്തിന് അറിഞ്ഞൂടെ? പറഞ്ഞു വന്ന അർത്ഥം തന്നെ മാറിപ്പോ. എന്നാ പപ്പേട്ടൻ ചെല്ലേ. ആ. എന്താ ഇത്? ഓഡിറ്റേഴ്സിന് അയക്കാനുള്ള സ്റ്റേറ്റ്മെന്റാ. മാഡത്തിനെ കൊണ്ട് സൈൻ ചെയ്യിക്കാൻ വിനോദ് സാർ പറഞ്ഞു.
യെസ്, വിനോദ് മേനൻ സ്പീക്കിംഗ്. വാട്ട്? എപ്പോ? ഞാനിതാ എത്തിക്കഴിഞ്ഞു. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. അവരോട് റിപ്പോർട്ട് എഴുതരുതെന്ന് പറയണം. I'll be there in just 10 minutes. കള്ളൻ പോണ കണ്ടില്ലേ? വല്ലോന്റെയും കാശല്ലേ? ആ കോട്ടും സൂട്ടും എവിടേക്കും പോണേ? ആ, ആരെങ്കിലും കുളിപ്പിച്ച് കിടത്താനായിരിക്കും. ഒന്ന് പോണ ചെക്കാനേ. എന്തായി? ആകെ കുഴഞ്ഞു സാറേ. പുതിയ ഒരാളെ ചെക്കിങ്ങിന് വന്നത്. ആരും ഒറ്റ കൊടുത്തതാ. അവരെത്ര പേരുണ്ട്? 8 പേരുണ്ട് സാർ. എല്ലാം സീൽ ചെയ്തു. 5 പേർ ഗോഡൌണിലുണ്ട്. 3 പേർ തോമസ് സാറിന്റെ മുറിയില്ല. നീ കുളിക്കുകയായിരുന്നോ? ആ, അച്ചാമ്മ എവിടെ പോയി? അവരുടെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് രാവിലെ പോയതാ. 2 ദിവസം കഴിഞ്ഞേ വരൂ. വിനോട്ട് ഇതുവരെ എവിടെയായിരുന്നു? എന്റെ ഒരു ഫ്രണ്ട് ബോംബെയിൽ നിന്ന് വന്നിരുന്നു. ഞാൻ അവനുമായിട്ട് കോയമ്പത്തൂർ വരെ പോയി. രേഖ ഭക്ഷണം കഴിച്ചില്ലേ? ഇല്ല, വിനോട്ട് വരട്ടെന്ന് വിചാരിച്ചു. ഞാൻ അവനോടൊപ്പം കഴിച്ചതാ. നീ കഴിച്ചോളൂ. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. വിനോദ് സാർ വന്നിട്ടില്ല. ബാങ്കിൽ നിന്ന് മാനേജർ വിളിച്ചിരുന്നു. 50,000 രൂപയുടെ ക്യാഷ് ചെക്ക് വന്നിട്ടുണ്ട്. അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല. 2000 രൂപയിൽ കൂടുതൽ ക്യാഷ് ചെക്ക് കൊടുക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? അത് വിനോദ് സാറാ കൊടുത്തത്. ബാങ്കിൽ പണമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാ ചെക്ക് കൊടുത്തത്? വിജയ ട്രേഡിങ്ങിന് കൊടുത്ത ചെക്ക് ഇന്നലെ സെക്കൻഡ് ക്ലിയറിംഗിന് വന്ന് പാസ്സായി പോയി. അത് വിനോദ് സാർ അറിഞ്ഞിട്ടില്ല. സാധാരണ മദ്രാസ് ചെക്ക് 2 ആഴ്ച കഴിഞ്ഞേ വരാറുള്ളൂ. ആർക്കായി ചെക്ക് കൊടുത്തത്? അത് ക്യാഷ് ചെക്കാ. ആർക്കാ കൊടുത്തതെന്ന് ബാങ്കിൽ പണമില്ലാത്തത് കൊണ്ട് ചെക്ക് മടങ്ങിയെന്ന് നീ പറയരുത്. നിനക്ക് വേണമെങ്കിൽ മാനേജറോട് വിളിച്ച് പറഞ്ഞത് പാസ്സാക്കാമായിരുന്നു. പാസ്സാക്കാമായിരുന്നു. പക്ഷെ എന്തിനു വേണ്ടി കൊടുത്തുവെന്ന് അറിഞ്ഞപ്പോ അത് ആവശ്യമാണെന്ന് തോന്നിയില്ല. ബിസിനസ് അറിയാത്തതുകൊണ്ട് നിനക്കത് തോന്നില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്യുമ്പോൾ പലർക്കും കൈക്കൂലി കൊടുക്കേണ്ടി വരും. എന്റെ അച്ഛൻ ഇത്രയും നാൾ ബിസിനസ് ചെയ്ത് കൈക്കൂലി കൊടുത്തിട്ടല്ല. അദ്ദേഹം എക്സ്പോർട്ട് ചെയ്തത് തേയിലയാ. തേയിലക്കുള്ളിൽ കഞ്ചാവായിരുന്നില്ല. പണം ഉണ്ടാക്കാനുള്ള വഴി നിന്റെ അച്ഛനേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് ആരും എന്നെ ഉപദേശിക്കണമെന്നില്ല. നിന്റെ തന്ത ഉണ്ടായിരുന്നപ്പോ അയാൾ പറയുന്നതൊക്കെ കേൾക്കണമായിരുന്നു. ഇപ്പൊ നീ പറയുന്നത് കേൾക്കണമെന്ന് വന്നാൽ അത് നടക്കില്ല. ഞാൻ പറയുന്ന പോലെ ഒന്നും കേൾക്കണമെന്നില്ല. പക്ഷെ എന്റെ അച്ഛനുണ്ടാക്കിയ റെപ്യൂട്ടേഷൻ നിങ്ങളായിട്ട് നശിപ്പിക്കരുത്. ഓ, നേരായ മാർഗത്തിലൂടെയാണല്ലോ നിന്റെ തന്ത ഇതൊക്കെ സമ്പാദിച്ചത്. അല്പം കൂടി മാന്യമായി സംസാരിക്കണം. എന്റെ അച്ഛന് കള്ളക്കടത്തും കരിഞ്ചന്തയും നടത്തിയ പാരമ്പര്യമൊന്നുമില്ല. മതി, ഇനി അധികം സംസാരിക്കണ്ട. ഇവിടെ നിന്ന് ഇനി തേയില ക്ലിയറിങ്ങിന് പോകണമെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടേ നടക്കൂ. കോളടിച്ചല്ലോ. ഇനി കൃഷ്ണഗിരി എസ്റ്റേറ്റിന്റെ സർവാധിപതിയല്ലേ? കിരീടമില്ലാത്ത രാജകുമാരൻ. ഫാദറിലാം മരിച്ചിട്ട് സിംഹാസനം പിടിച്ചടക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുകയായിരുന്നല്ലോ. അതോർത്ത് പറഞ്ഞതാ. നോ, ഇടയ്ക്ക് ദേഷ്യം വരുമ്പോ വെറുതെ അങ്ങനെ തമാശ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇറ്റ് വാസ് എ ട്രാജഡി. പിന്നെ രാജ്യഭാരം കയ്യിലാകുമ്പോ ഈ ദേവദാസിയെ മറക്കരുത് കേട്ടോ. തൃശ്ശൂരിലെ പ്രോഗ്രാമിന് വരുമെന്ന് പറഞ്ഞ ആളാ. പാലക്കാട്ടെങ്കിലും പ്രതീക്ഷിച്ചു. ഡാൻസ് ചെയ്യാൻ സ്റ്റേജിൽ കയറുമ്പോഴും ഞാൻ വിനോദിനെ തിരയുകയായിരുന്നു.
ഡെയ്സി, എന്തിനാ ഇത്ര ആവേശം? ഞാൻ ഇവിടെ വന്ന് 2 ദിവസമായി. ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ഡെയ്സി, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടുത്തെ കാര്യങ്ങൾ. ദേ ഇപ്പൊ തന്നെ നിനക്ക് വേണ്ടി മാത്രം ഞാൻ വന്നിരിക്കുക.